ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 5 നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് ടു റെക്കോർഡ് പേരൻസ് റിലീജിയൻ ടു രജിസ്റ്റർ ബർത്ത്. ഇത് പൊളിറ്റിക്കകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. When registering the birth of a child, parents will now be required to separately record the religion of the father and mother according to the model rules drafted by the Union Ministry of Home Affairs. These rules will have to be adopted and notified by the state governments before they are implemented. ഇത്രയും നാളും കുട്ടിയുടെ പേരൻസിന്റെ റിലീജിയൻ എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. ഇനി മുതൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ബർത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫാദറിന്റെ റിലീജിയനും മദറിന്റെ റിലീജിയനും സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്യണം. Under the Registration of Births and Deaths Amendment Act 2003, passed by the Parliament on April 11 last year, the birth and death database will be maintained at the national level and may be used to update the National Population Register, electoral rolls, Aadhaar card, ration card, passport, driving license, property registration, and such other databases as may be notified. അപ്പം രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് അമെൻമെന്റ് ആക്ട് 2023 പ്രകാരം ദ ബർത്ത് ആൻഡ് ഡെത്ത് ഡാറ്റാബേസ് വിൽ ബി മെയിൻറ്റൈൻഡ് അറ്റ് ദ നാഷണൽ ലെവൽ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു അപ്ഡേറ്റ് ദ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അങ്ങനെ തുടങ്ങി ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന സേവനങ്ങൾക്ക് എല്ലാം ഈ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യും. ഈ ലോയിൽ പ്രത്യേകിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോ എന്ന് വന്നത് October 1 എഫക്റ്റീവ് ആയത്, കഴിഞ്ഞ വർഷം 2023. All reported births and deaths in the country are to be digitally registered. അതാണ് അവിടുത്തെ പോയിന്റ്. ഡിജിറ്റലി രജിസ്റ്റർ ചെയ്യണം ബർത്തും ഡെത്തും. ഏത് വഴിയാണ്? ത്രൂ ദ സെന്റേഴ്സ് പോർട്ടൽ ഫോർ ദ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. The digital birth certificates issued under this system will become a single document. ഇനി മുതൽ ഒറ്റ ഡോക്യുമെന്റ് ആണ്. Digital birth certificates issued under this system will become a single document to prove the date of birth for various services. ഇതായിരിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇൻക്ലൂഡിംഗ് അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡാറ്റ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ സോഷ്യോ എക്കണോമിക് പ്ലാനിങ്. ഈ ഡാറ്റ തന്നെ ആയിരിക്കും സോഷ്യോ എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടി ഗവൺമെന്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചാണ്. 55 കമ്പനീസ് electoral bond donations topped the 7.5% cap in 2022-24. നമ്മൾ അറിഞ്ഞതാണ് ഫെബ്രുവരി 15 സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് എന്തിനെ കുറിച്ചുള്ളതാണ്? ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ചായിരുന്നു. ഹാഡ് held the deletion of a provision contained in section 182(1) of the Companies Act 2013, which enabled unlimited corporate contributions to the political parties. ഇനി മുതൽ എന്ത് നടക്കില്ല? അൺലിമിറ്റഡ് ആയിട്ട് കോർപ്പറേറ്റ് കോൺട്രിബ്യൂഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് വരുന്നത് നടക്കില്ല. അത് എന്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്? ഇറ്റ്സ് എ വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The provision had restricted corporate donations to a cap of 7.5% of the donor company's average net profits in the 3 preceding financial years. കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്, പ്രിസീഡിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയേഴ്സിലെ ഡൊണേഷൻസ് വന്നിട്ട് ഏകദേശം 55ഓളം കമ്പനീസ് എന്നാണ് അറിവ്. അപ്പം അതെന്താണെന്ന് പറഞ്ഞേക്കുന്നത്? 7.5% എന്ന ക്യാപ്പിനേക്കാൾ കടന്നുപോയിരിക്കുന്നു. ഇനി മുതൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കമ്പനീസിനൊന്നും പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഫണ്ട് ചെയ്യാൻ പറ്റില്ല അവരുടെ പ്രോഫിറ്റ്സിൽ നിന്ന്. അതെന്താണെന്ന് പറഞ്ഞേക്കുന്നത്? വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആർട്ടിക്കിൾ 14 നമുക്കറിയാം റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഫിനാൻസ് ആക്ട് 2017 ഒക്കെ പ്രൊവിഷൻസ് ഒക്കെ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നോ നീഡ് ഫോർ മോർ ടോക്സ് ഓൺ റിസോൾവ് കാറ്ററ്റീവ് ഇഷ്യൂ സേസ് ശ്രീലങ്ക. ഇതൊരു IR പെർസ്പെക്റ്റീവിലും വരും, അതായത് GS2-നകത്ത് വരുന്നതാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ. അതുപോലെ തന്നെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും കാറ്ററ്റീവ് എവിടെയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് എന്താണ് ഈ കാറ്ററ്റീവ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. കാറ്ററ്റീവ് എന്ന് പറയുന്നത് ഏകദേശം ഈ പാർക്ക് സ്ട്രേറ്റിനോട് അടുത്ത് വരുന്ന ഈ ഏരിയയാണ്. ഇത് ശ്രീലങ്കയുടെ കൺട്രോളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അതേ സമയത്ത് ഇവിടെ ഒരു കന്യാകുമാരിയുടെ ഒക്കെ താഴെ ഭാഗത്തായിട്ട് സദേൺ പാർട്ടിൽ വാഡ്ജ് ബാങ്ക് എന്ന് പറഞ്ഞ വേറൊരു പോർഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു ന്യൂസ് ആണ്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് ഏരിയാസും തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് നോക്കാം. Kachathip. Kachathip is a 285-acre uninhabited speck in the Park Strait between India and Sri Lanka, an island located about 14 nautical miles of Rameshwaram, India. അപ്പം പാർക്ക് സ്ട്രേറ്റിനോട് അടുത്ത് കിടക്കുന്ന അൺഇൻഹെബിറ്റഡ് ആയിട്ടുള്ള ആളൊന്നും താമസിക്കാത്ത ഒരു സ്ഥലമാണ്, ഒരു ലാൻഡ് ആണ്, ഒരു ഏരിയ ആണ് എന്ത് നമ്മുടെ കാച്ചദ്വീപ് എന്ന് പറയുന്നത്. 1974 പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അതുപോലെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്ന സിരിമ RD ബന്ദാരനായികയും ഇവർ രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കാച്ചദ്വീപിനെ ശ്രീലങ്കയുടെ ടെറിട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു 1974. ഈ എഗ്രിമെന്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് കുറച്ച് ആദ്യമായിട്ട് ഓണർഷിപ്പിൽ ചേഞ്ച് വന്നു. ഇനി മുതൽ അത് ശ്രീലങ്കയുടെ ടെറിട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഈ എഗ്രിമെന്റ് ഓൾസോ അലൗഡ് ഇന്ത്യൻ ഫിഷർമാൻ ടു ഫിഷ് അറൌണ്ട് ദ ഐലൻഡ്, ഡ്രൈ ദർ നെറ്റ്സ് ഓൺ ഇറ്റ് ആൻഡ് പെർമിറ്റഡ് ഇന്ത്യൻ പിൽഗ്രിംസ് ടു വിസിറ്റ് ദ കാത്തലിക് ഷ്രൈൻ ലൊക്കേറ്റഡ് ഓൺ ദ ഐലൻഡ്. അപ്പം അവിടെ ഒരു കാത്തലിക് ഷ്രൈൻ ഉണ്ട്, അത് വിസിറ്റ് ചെയ്യാൻ ഇന്ത്യൻ പിൽഗ്രിംസിനെ പെർമിറ്റും ചെയ്തു. പിന്നെ അതുപോലെ ഇന്ത്യൻ ഫിഷർമാൻസിനെ അവിടെ ക്യാച്ച് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തു. Fishing rights and livelihood. Fisher folk from both India and Sri Lanka have historically used Kachathip for fishing. Though this feature was acknowledged in 1974 agreement, the supplemental pact was signed in 1976. ഈ കാര്യം നമ്മുടെ ഈ ഫിഷർമാൻസിന്റെ കാര്യം 1974 ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അത് കൂടാതെ ഒരു സപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു പാക്ട് വന്നു. എപ്പോഴാണ്? 1976. ആ എഗ്രിമെന്റ് പ്രകാരം ഡിഫൈനിങ് അതെന്താ ചെയ്തത്? എയിംഡ് അറ്റ് ഡിഫൈനിങ് മാരിടൈം ബൗണ്ടറീസ് ആൻഡ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് ഫോർ ബോത്ത് കൺട്രീസ്. രണ്ട് കൺട്രീസിന്റെയും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസും പിന്നെ അതുപോലെ മാരിടൈം ബൗണ്ടറീസും ഡിഫൈൻ ചെയ്തു. while also imposing restrictions on fishing vessels and fishermen from either nation, prohibiting fishing in each other's water without explicit പെർമിഷൻ. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പെർമിഷൻ കിട്ടാതെ ഫിഷിംഗ് ഒന്നും അവിടെ നടക്കില്ല. സോ അങ്ങനെയുള്ള ഫിഷിംഗ് ഒക്കെ എന്ത് ചെയ്തു? പ്രോഹിബിറ്റ് ചെയ്തു. ഓക്കെ, ഇനി വാഡ്ജ് ബാങ്ക് എന്താണെന്ന് നോക്കാം. വാഡ്ജ് ബാങ്ക് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് കന്യാകുമാരി is a resource-rich deep-sea fishing ground. It is a continental shelf nearly 80 kilometers seaward from the coast of കന്യാകുമാരി. നമുക്ക് കോണ്ടിനെന്റൽ ഷെൽഫിനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ബീച്ച് ഏരിയയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ബാക്കിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു കോണ്ടിനെന്റൽ എക്സ്റ്റൻഷനെയാണ് നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ജോഗ്രഫിയിൽ കൂടുതൽ ഡെപ്തിൽ നമ്മൾ അത് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഡീപ് സീ ഫിഷിംഗ് ഗ്രൗണ്ട്സിനെ പറ്റി, സബ്മറൈൻ ആയിട്ടുള്ള ഏരിയാസ്, അങ്ങനെയുള്ള ഒരു റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു സബ്മറൈൻ ഏരിയയും കൂടെയാണ് എന്ത് വാഡ്ജ് ബാങ്ക് എന്നൊക്കെ പറയുന്നത്. അത് കൂടുതലായിട്ടും കോണ്ടിനെന്റൽ ഷെൽഫാണ്. 80 കിലോമീറ്ററോളം സീവേഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കോണ്ടിനെന്റലിന്റെ ഷെൽഫാണ് ഫ്രം ദ കോസ്റ്റ് ഓഫ് കന്യാകുമാരി. ഓക്കെ, അതിനെയാണ് വാഡ്ജ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ദ ഇന്ത്യ ശ്രീലങ്ക എഗ്രിമെന്റ് ഓഫ് 1976 തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുത്ത ഒരു എഗ്രിമെന്റ് ആയിരുന്നു 1976 ഇന്ത്യ ശ്രീലങ്ക എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്തത്? റെക്കഗ്നൈസ് ദ വാഡ്ജ് ബാങ്ക് ആസ് പാർട്ട് ഓഫ് ഇന്ത്യസ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഗ്രാന്റിംഗ് ഇന്ത്യ സോവറിൻ റൈറ്റ്സ് ഓവർ ദ ഏരിയ. അപ്പം വാഡ്ജ് ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ സോവറിൻ റൈറ്റ്സ് ആർക്ക് കിട്ടി? ഇന്ത്യക്ക് കിട്ടി, നമുക്ക് കിട്ടി. ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. അണ്ടർ ദ എഗ്രിമെന്റ്, Sri Lankan fishing vessels and personnel were not allowed to engage in fishing activities in Vadj Bank. അപ്പൊ ഈ അഗ്രിമെന്റ് പ്രകാരം ശ്രീലങ്കൻ ഫിഷിംഗ് വെസൽസിനോ പേഴ്സണൽസിനോ ഈ ഏരിയയിൽ വാഡ്ജ് ബാങ്കിന്റെ ഏരിയയിൽ ഫിഷിംഗ് ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാൻ നിർവാഹമില്ല. The agreement allowed Indian fishermen to use the resources in the Vadj Bank area. In late 2023, Ministry of Petroleum and Natural Gas invited notice inviting offers
under the hydrocarbon exploration and licensing policy for the exploration of oil in World Bank. അപ്പം മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് 2023 ഹെൽപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിങ് പോളിസി പ്രകാരം കുറച്ച് നോട്ടീസ് ഇൻവൈറ്റിംഗ് ഓഫേഴ്സ് ഒക്കെ ഇൻവൈറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? അവിടെ ഹൈഡ്രോകാർബൺ എക്സ്പ്ലോറേഷൻ നടത്തുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി. ഹൗവർ റെസിഡൻസ് ഓഫ് ദ ഏരിയ ഒബ്ജക്റ്റഡ് ടു ഇറ്റ്. അതായത് കുറച്ച് പ്രപ്പോസൽസ് ആർക്കൊക്കെയാണ് ഇവിടെ എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റുക അങ്ങനെയുള്ള പ്രപ്പോസൽസ് ഒക്കെ ക്ഷണിച്ചു. അപ്പം റെസിഡൻസ് ഓഫ് ദ ഏരിയ ഒബ്ജക്റ്റഡ് ടു ഇറ്റ്, ഹൈലൈറ്റിംഗ് ദ ഏരിയാസ് ഇമ്പോർട്ടൻസ് ടു ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ഇൻ കന്യാകുമാരി. അത് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, കന്യാകുമാരിയിലുള്ള ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിനെ അത് എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് റെസിഡൻസ് ഓഫ് ദാറ്റ് ഏരിയ അവർ ഒബ്ജക്ട് ചെയ്തു, അതിനെതിരെ വന്നു. ഓക്കെ, അതൊക്കെയായിരുന്നു ആർട്ടിക്കിളുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഓവർകിൽ എന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസും ഒക്കെ ആയിട്ട്, ഞാൻ ഇലക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ എടുത്തത്. അപ്പൊ ഈ ആർട്ടിക്കിൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദ ആർട്ടിക്കിൾ ഡിസ്കസസ് ദ ഓൺഗോയിങ് ഡിബേറ്റ് സറൗണ്ടിങ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഇൻ ഇന്ത്യൻ ഇലക്ഷൻസ് despite the introduction of voter verifiable paper audit trial system. അപ്പം നമുക്ക് EVMs മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽസും കൂടെ അതിൻ്റെ കൂടെ VVPAT സിസ്റ്റം കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടെന്നറിയാം. ഓക്കെ, ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ്, എന്താണ് അതിന്റെ ക്രിട്ടിക്സ് പറയുന്നത്? കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആവണം ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ suggesting the maintenance of a machine audit trial to rule out malicious code and ensure system robustness. കുറച്ചുകൂടെ സിസ്റ്റം റോബസ്റ്റ്നെസ് ഒക്കെ എൻഷുർ ചെയ്യണം, അതുപോലെ മലീഷ്യസ് കോഡൊക്കെ റൂൾ ഔട്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സം എക്സ്പ്രസ് കൺസേൺസ് ദാറ്റ് ദ യൂസ് ഓഫ് VVPATs ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ വൾനറബിലിറ്റീസ് നോട്ട് പ്രസന്റ് ഇൻ സ്റ്റാൻഡ് അലോൺ EVMs, ബട്ട് ദീസ് ഇഷ്യൂസ് കുഡ് ബി അഡ്രസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്ഡ് സേഫ് ഗാർഡ്സ്. അപ്പൊ EVMs ഉള്ളപ്പോഴേക്കാൾ കൂടുതൽ കുറച്ച് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വൾനറബിലിറ്റീസ് VVPAT വന്നപ്പോൾ ഉണ്ടെന്നാണ് ക്രിട്ടിക്സ് എക്സ്പ്രസ് ചെയ്യുന്ന കൺസേൺ എന്ന് പറയുന്നത്. ബട്ട് ദീസ് ഇഷ്യൂസ് ക്യാൻ ഓൺലി ബി അഡ്രസ്ഡ് ത്രൂ ഇംപ്രൂവ്ഡ് സേഫ് ഗാർഡ്സ്. കുറച്ചുകൂടെ സേഫ് ഗാർഡ്സ് ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചില ആളുകൾ 100% റീകൗണ്ടിന് വേണ്ടി വാദിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഡെസ്പൈറ്റ് കൺസേൺസ് അബൌട്ട് ഹാക്കിംഗ് ഓർ മാനിപ്പുലേഷൻ, there has been no concrete evidence of tampering with EVMs. Instance of discrepancies between VVPAT and EVM counts have been minimal and largely attributed to minor errors rather than malicious intent. Malicious ആയിട്ടുള്ള ഒരു ഇന്റന്റ് വെച്ചിട്ടല്ല, അതൊക്കെ മിനിമൽ ആണ് ഇതിൽ വരുന്ന എറേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഹാക്കിങ്ങിനും ഒക്കെ ഉള്ള അതിന്റെ ഒരു സാധ്യതകൾ പറഞ്ഞാൽ പോലും, അതിന്റെ കൺസേൺസ് റേസ് ചെയ്യുമെങ്കിൽ പോലും അതിനുള്ള ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല. ഹൗ ടു ടാമ്പർ EVMs, അങ്ങനെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഒന്നും ഉണ്ടാകും. അതുപോലെ തന്നെ സജഷൻസ് ഫോർ ഇംപ്രൂവിംഗ് ട്രാൻസ്പെറൻസി ഇൻക്ലൂഡ് ഇൻക്രീസിംഗ് ദ സാമ്പിൾ സൈസ് ഫോർ VVPAT റീകൗണ്ട്സ്, എസ്പെഷ്യലി ഇൻ ക്ലോസ് മാർജിൻ ഏരിയസ്. നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? VVPAT റീകൗണ്ട്സ്, എസ്പെഷ്യലി ഇൻ ക്ലോസ് മാർജിൻ സീറ്റ്സ്, ചെറിയ വോട്ടിന് ഒക്കെ ജയിക്കുന്ന കേസുകളുണ്ട്. അത് അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ റീകൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ലാർജ് സാമ്പിൾ സൈസ് എടുത്ത് കുറച്ചുകൂടെ സാമ്പിൾ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. But insisting on a full recount is seen by some as excessive and indicative of a lack of trust in the EVM system itself. ഒരു ഫുൾ റീകൗണ്ട് ഒക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയുള്ള വിശ്വാസമില്ലായ്മ, അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത് കുറച്ച് എക്സസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പരാമർശിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡീനെ അവസാനിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.